ലോകം മുഴുവൻ നിങ്ങൾക്കെതിരെ നിന്നാലും പ്രപഞ്ചത്തിന്റെ ആ മഹാശക്തി നിങ്ങൾക്കൊപ്പമുണ്ടെങ്കിൽ നിങ്ങളെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറയുന്നത്, ദൈവം നേരിട്ട് വന്ന് നിങ്ങളോട് സംസാരിക്കില്ല, പകരം ചില ലക്ഷണങ്ങളിലൂടെയും മാറ്റങ്ങളിലൂടെയുമാണ് തന്റെ ഇഷ്ടം വെളിപ്പെടുത്തുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ദൈവത്തിന്റെ പ്രത്യേക കരുതലാണ് എന്ന് നിങ്ങൾക്കറിയാമോ? ആ 8 ലക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാതന ഭാരതത്തിലെ തന്ത്രജ്ഞനായ ആചാര്യ ചാണക്യൻ വിശ്വസിച്ചിരുന്നത് ഒരു വ്യക്തിയുടെ കർമ്മം ശുദ്ധമാണെങ്കിൽ പ്രപഞ്ചം മുഴുവൻ അയാളെ സഹായിക്കാൻ അണിനിരക്കും എന്നാണ്. ആ ദൈവികമായ ഇടപെടലുകൾ എങ്ങനെ തിരിച്ചറിയാം? ഏത് പ്രതിസന്ധിയിലും ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളങ്ങൾ ചാണക്യതന്ത്രങ്ങളിലൂടെ നമുക്കിന്ന് പരിശോധിക്കാം. ജീവിത വിജയത്തിനായുള്ള ഇത്തരം പൗരാണിക രഹസ്യങ്ങളും ചാണക്യനീതികളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു കരുത്താണ്. നമുക്ക് ആ ലക്ഷണങ്ങളിലേക്ക് കടക്കാം. ശരിയായ ചിന്തകൾ. ദൈവം ഒരാളെ ഇഷ്ടപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷണം അയാളുടെ ബാഹ്യമായ സമ്പത്തല്ല, മറിച്ച് അയാളുടെ ഉള്ളിലെ ചിന്തകളിൽ വരുന്ന മാറ്റമാണ്. ആചാര്യ ചാണക്യൻ പറയുന്നു, മനസ്സാണ് എല്ലാറ്റിന്റെയും ഉറവിടം. പ്രപഞ്ചം നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ നിങ്ങളുടെ മനസ്സിലെ അനാവശ്യമായ ദേഷ്യം, അസൂയ, പക എന്നിവ പതുക്കെ ഇല്ലാതാകാൻ തുടങ്ങും. പകരം എല്ലാവരോടും സ്നേഹവും കരുണയും കാണിക്കാനുള്ള ഒരു തോന്നൽ നിങ്ങളിൽ ഉടലെടുക്കും. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ഒരു ആത്മസംതൃപ്തി ഉണ്ടല്ലോ, അത് ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. നിങ്ങളുടെ ചിന്തകൾ എപ്പോൾ ശുദ്ധമാകുന്നുവോ അപ്പോൾ നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്ന് ഉറപ്പിക്കാം. ദൈവം തിരഞ്ഞെടുത്ത വ്യക്തികൾക്ക് മാത്രമേ ഈ ഒരു മാനസികാവസ്ഥ കൈവരൂ. ഈ ലോകത്ത് നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്നും പ്രപഞ്ചത്തിന്റെ ആ മഹാശക്തി നിങ്ങളെ ഓരോ നിമിഷവും കാത്തുസൂക്ഷിക്കുന്നുണ്ടെന്നും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ ദൈവികമായ സംരക്ഷണം ഇപ്പോൾ തന്നെ ഉറപ്പിക്കാൻ കമന്റ് ബോക്സിൽ I am protected എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിന് ചുറ്റും ഒരു സുരക്ഷാ കവചമായി മാറട്ടെ. തടസ്സങ്ങൾ അനുഗ്രഹമാകുമ്പോൾ. ചിലപ്പോൾ നിങ്ങൾ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യം നടക്കാതെ പോകും. ഒരു ജോലി കൈവിട്ടു പോകുമ്പോഴോ ഒരു ബന്ധം തകരുമ്പോഴോ നിങ്ങൾ തകർന്നു പോയേക്കാം. എന്നാൽ ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത്, ചില വാതിലുകൾ ദൈവം അടയ്ക്കുന്നത് നിങ്ങളുടെ വഴി തെറ്റാതിരിക്കാനാണ് എന്നാണ്. വലിയൊരു അപകടത്തിൽ നിന്നോ പരാജയത്തിൽ നിന്നോ നിങ്ങളെ രക്ഷിക്കാനാണ് ദൈവം ആ വഴി തടഞ്ഞത്. വർഷങ്ങൾക്ക് ശേഷം തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് ആ കാര്യം നടക്കാതിരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് നിങ്ങൾക്ക് തോന്നും. നിങ്ങളുടെ പരാജയങ്ങളെ പോലും വലിയൊരു വിജയത്തിലേക്കുള്ള ചവിട്ടുപടിയാക്കാൻ ദൈവം കൂടെയുണ്ടെന്നതിന്റെ വ്യക്തമായ തെളിവാണിത്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾക്ക് ആവശ്യമുള്ളതാണ് നൽകുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ല. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ ഓരോ തടസ്സവും വലിയൊരു നന്മയ്ക്കായിരുന്നു എന്ന് നിങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ടോ? ആ ദൈവികമായ പ്ലാനിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ ശുഭപ്രതീക്ഷ പങ്കുവെക്കാൻ താഴെ കമന്റ് ബോക്സിൽ I trust God എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ വിശ്വാസം പുതിയ വഴികൾ തുറക്കാൻ സഹായിക്കട്ടെ. മനസ്സാക്ഷിയുടെ വിളി. തെറ്റായ ഒരു വഴിയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സ് നിങ്ങളെ തടയാറുണ്ടോ? അതൊരു മുന്നറിയിപ്പാണ്. നിങ്ങളെ വഴിതെറ്റാൻ ദൈവം അനുവദിക്കില്ല എന്നതിന്റെ അടയാളമാണത്. ദൈവം നിങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് മറ്റാരും കാണാത്ത തെറ്റുകൾ ചെയ്യുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ഭയമോ അസ്വസ്ഥതയോ തോന്നിപ്പിക്കുന്നത്. ആചാര്യ ചാണക്യൻ ഇതിനെക്കുറിച്ച് മനോഹരമായൊരു ശ്ലോകം തന്റെ നീതിശാസ്ത്രത്തിൽ പറയുന്നുണ്ട്. ആത്മാസാക്ഷി മനുഷ്യസ്യ ശുഭാശുഭസ്യ കർമ്മണ. അതായത്, മനുഷ്യൻ ചെയ്യുന്ന നല്ല കാര്യങ്ങൾക്കും ചീത്ത കാര്യങ്ങൾക്കും അവന്റെ ആത്മാവ് തന്നെയാണ് സാക്ഷി. നിങ്ങളുടെ ഉള്ളിലെ ആ ആത്മാവ് അല്ലെങ്കിൽ മനസ്സാക്ഷി നിങ്ങളോട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ ശബ്ദമാണ്. ചാണക്യൻ പറയുന്നത് പോലെ ഉള്ളിലെ ദൈവം ഉണർന്നിരിക്കുന്നവർക്ക് ഒരിക്കലും പരാജയം സംഭവിക്കില്ല. ആ വിളി കേൾക്കാനും അതനുസരിച്ച് ജീവിതം ക്രമീകരിക്കാനും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തിന്റെ പ്രിയപ്പെട്ടവനാണ്. നിങ്ങളുടെ മനസാക്ഷി പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാണോ? സത്യത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കാൻ പ്രപഞ്ചത്തിന്റെ സഹായം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ പ്രതിജ്ഞ പുതുക്കാൻ കമന്റ് ബോക്സിൽ I listen to my soul എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ ആത്മാർത്ഥത ദൈവം കാണുന്നുണ്ട്. ശരിയായ വ്യക്തികളുടെ സാമീപ്യം. നിങ്ങൾ ഒരു വലിയ പ്രതിസന്ധിയിൽ അകപ്പെട്ടു നിൽക്കുമ്പോൾ തീർത്തും അപ്രതീക്ഷിതമായി നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലും കടന്നു വരാറുണ്ടോ? അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു തരാൻ ഒരാൾ പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാറുണ്ടോ? ഇവരിലൂടെ സത്യത്തിൽ ദൈവം നിങ്ങളെ സ്പർശിക്കുകയാണ്. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾക്കൊരിക്കലും വഴികാട്ടികൾ ഇല്ലാത്ത അവസ്ഥ വരുത്തില്ല. ആചാര്യ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ പറയുന്നത് നോക്കൂ. ആപത്സു മിത്രം ജാനിയാത് യുദ്ധേ ശൂരം ഋണേ ശുചിം.
അതായത് ആപത്ത് കാലത്താണ് യഥാർത്ഥ മിത്രത്തെ തിരിച്ചറിയേണ്ടത്. ദൈവം നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആപത്ത് കാലത്ത് നിങ്ങളെ കൈപിടിച്ചുയർത്താൻ അവൻ തന്റെ ദൂതന്മാരെ പോലെ ചില മനുഷ്യരെ അയക്കും. അത് ഒരു സുഹൃത്തോ ബന്ധുവോ എന്തിനൊരു അപരിചിതനോ ആകാം. കൃത്യസമയത്ത് നിങ്ങളെ സഹായിക്കാൻ ഒരാൾ എത്തുന്നുണ്ടെങ്കിൽ അത് പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന വലിയൊരു സൂചനയാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്നതിന്റെ സൂചന. നിങ്ങളുടെ ജീവിതത്തിലെ പ്രയാസകരമായ ഘട്ടങ്ങളിൽ താങ്ങായി നിന്ന ആ വ്യക്തിയെ ഓർക്കുന്നുണ്ടോ? ആ സഹായം ദൈവത്തിന്റെ കരുതലാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എങ്കിൽ ആ നന്ദി പ്രകടിപ്പിക്കാൻ കമന്റ് ബോക്സിൽ am blessed എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ നന്ദിയുള്ള മനസ്സ് കൂടുതൽ അനുഗ്രഹങ്ങളെ നിങ്ങളിലേക്ക് ആകർഷിക്കും. അനാവശ്യ ഭയമില്ലാതാകുക. ചുറ്റും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും എല്ലാവരും ഭയപ്പെടുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു പ്രത്യേക ധൈര്യവും സമാധാനവും അനുഭവപ്പെടാറുണ്ടോ? എന്തും നേരിടാൻ എനിക്ക് സാധിക്കും എന്ന ആ അചഞ്ചലമായ തോന്നലാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ ഇഷ്ടം. ആചാര്യ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ ഇതേക്കുറിച്ച് വ്യക്തമാക്കുന്നുണ്ട്. ന ഭയം വിദ്യതേ തസ്യ യസ്യ ധർമ്മോ ഹി ബാന്ധവ. അതായത് ധർമ്മത്തെ കൂട്ടുപിടിക്കുന്നവന് ഈ ലോകത്ത് ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല. നിങ്ങൾ സത്യത്തിന്റെ പാതയിലാണെങ്കിൽ പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് നിർഭയത്വം. ശത്രുക്കളോ സാഹചര്യങ്ങളോ നിങ്ങളെ തളർത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു കരുത്തുണരുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ ചേർത്തു പിടിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളമാണ്. ചാണക്യൻ പറയുന്നത് പോലെ ദൈവം കൂടെയുള്ളവനെ പേടിപ്പിക്കാൻ ഈ ലോകത്തിന് കഴിയില്ല. ഭയത്തെ തോൽപ്പിക്കാനുള്ള ആത്മബലം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഏതു പ്രതിസന്ധിയെയും നേരിടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ ആത്മവിശ്വാസം ലോകത്തോട് വിളിച്ചു പറയാൻ കമന്റ് ബോക്സിൽ am fearless എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ ധൈര്യം നിങ്ങളുടെ വിജയത്തിലേക്കുള്ള വഴിയായി മാറട്ടെ. പ്രകൃതിയുടെ സൂചനകൾ. ചിലപ്പോൾ നിങ്ങൾ ഒരു വലിയ ചോദ്യത്തിന് ഉത്തരം തേടി അലയുമ്പോൾ യാദൃച്ഛികമായ ഒരു പുസ്തകത്തിലെ വരിയോ ആരോ പറഞ്ഞുപോയ ഒരു വാക്കോ അല്ലെങ്കിൽ ഈ വീഡിയോ പോലെയുള്ള ഒരു അറിവോ നിങ്ങളെ തേടി വരാറുണ്ടോ? പ്രപഞ്ചം നിങ്ങളോട് സംസാരിക്കുന്ന രീതിയാണിത്. ദൈവം നിങ്ങൾക്ക് നൽകുന്ന സന്ദേശങ്ങൾ തിരിച്ചറിയാനുള്ള ആ ഒരു വിവേകം നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭാഗ്യവാനാണ്. ആചാര്യ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ ഇതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നത് നോക്കൂ. അനന്തശാസ്ത്രം ബഹുലാശ്ച വിദ്യ അല്പശ്ച കാലോ ബഹുവിഘ്നതാച. അതായത് അറിവുകൾ അനന്തമാണ്, എന്നാൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന സമയം വളരെ കുറവാണ്, അതിനിടയിൽ തടസ്സങ്ങൾ ഏറെയുമാണ്. ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വേണ്ട കൃത്യമായ അറിവ് ശരിയായ സമയത്ത് നിങ്ങളെ തേടിയെത്തുന്നുണ്ടെങ്കിൽ അത് ദൈവം നിങ്ങളെ നേർവഴിക്ക് നടത്തുന്നു എന്നതിന്റെ അടയാളമാണ്. ഒരുപക്ഷെ ഈ വീഡിയോ ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിയതും അത്തരമൊരു ദൈവികമായ സൂചനയാകാം. പ്രപഞ്ചം നൽകുന്ന ഇത്തരം സന്ദേശങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങുക, അത് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കും. പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഈ സൂചനകൾ തിരിച്ചറിയാൻ നിങ്ങൾ തയ്യാറാണോ? ദൈവികമായ ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ ആ സമർപ്പണം കമന്റ് ബോക്സിൽ am awake എന്ന് ടൈപ്പ് ചെയ്ത് ഉറപ്പിക്കൂ. നിങ്ങളുടെ ഉള്ളിലെ ആ വെളിച്ചം എന്നും പ്രകാശിക്കട്ടെ. ലളിതമായ ജീവിതശൈലി. അമിതമായ ആർത്തികളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും നിങ്ങൾ വിമുക്തനാവുകയും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ പഠിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഉള്ളിലെ ദൈവികമായ വളർച്ചയാണ്. ഭൗതിക സുഖങ്ങളെക്കാൾ കൂടുതൽ സമാധാനത്തിന് നിങ്ങൾ വില നൽകുന്നുവെങ്കിൽ ദൈവം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുറപ്പിക്കാം. ആചാര്യ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. സന്തോഷാമൃത തൃപ്താനാം യൽ സുഖം ശാന്തചേതസാം. അതായത് സന്തോഷമാകുന്ന അമൃത് നുകർന്ന് സംതൃപ്തി അടഞ്ഞവർക്ക് ലഭിക്കുന്ന ആ സമാധാനം ആർത്തിപ്പൂണ്ട് നടക്കുന്നവർക്ക് ഒരിക്കലും ലഭിക്കില്ല. നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവം നിങ്ങൾക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനം പണമോ പ്രശസ്തിയോ അല്ല, മറിച്ച് ഏത് സാഹചര്യത്തിലും തളരാത്ത ആ ഒരു മനസമാധാനമാണ്. ലളിതമായ കാര്യങ്ങളിൽ പോലും സന്തോഷം കണ്ടെത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രപഞ്ചത്തിന്റെ പ്രിയപ്പെട്ടവനായി മാറിക്കഴിഞ്ഞു. ആഡംബരങ്ങളെക്കാൾ കൂടുതൽ മനസമാധാനത്തിന് നിങ്ങൾ വില നൽകുന്നുണ്ടോ? ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാനും സന്തോഷിക്കാനും നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ സമാധാനം ലോകത്തോട് പങ്കുവെക്കാൻ കമന്റ് ബോക്സിൽ am at peace എന്ന് ടൈപ്പ് ചെയ്യൂ. നിങ്ങളുടെ ആ പോസിറ്റീവ് എനർജി മറ്റുള്ളവരിലേക്കും പടരട്ടെ. പ്രാർത്ഥനയിലെ കണ്ണുനീർ. പ്രാർത്ഥിക്കുമ്പോഴോ അല്ലെങ്കിൽ ദൈവത്തെക്കുറിച്ച് ഓർക്കുമ്പോഴോ നിങ്ങളുടെ ഉള്ളം നിറയുകയും അറിയാതെ കണ്ണുകൾ നനയുകയും ചെയ്യാറുണ്ടോ? ആ നിമിഷം നിങ്ങൾ ദൈവത്തോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നാണ് അർത്ഥം. ആചാര്യ ചാണക്യൻ തന്റെ ശ്ലോകത്തിലൂടെ ഇതിനെക്കുറിച്ച് പറയുന്നത് നോക്കൂ. ഭാവോ ഹി വിദ്യതേ ദേവ തസ്മാത് ഭാവോ ഹി കാരണം. അതായത് ദൈവം വസിക്കുന്നത് മരത്തിലോ കല്ലിലോ മണ്ണിലോ അല്ല, മറിച്ച് നിങ്ങളുടെ ഭാവത്തിലാണ്, വിശ്വാസത്തിൽ. നിങ്ങളുടെ ഉള്ളിലെ ഭക്തിയും നന്ദിയും അണപൊട്ടുമ്പോഴാണ് ആ കണ്ണുനീർ പുറത്തേക്ക് വരുന്നത്. ദൈവം നിങ്ങളെ അത്രമേൽ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ആ വികാരം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ആ നിമിഷങ്ങളിൽ നിങ്ങൾ ചോദിക്കാതെ തന്നെ ദൈവം നിങ്ങളുടെ കാര്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്നുണ്ടാകും. പ്രപഞ്ചവുമായുള്ള നിങ്ങളുടെ ആത്മബന്ധത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ നിർമ്മലമായ ഭക്തി. ദൈവം നിങ്ങളുടെ കൂടെയുണ്ടെന്ന ഈ തിരിച്ചറിവ് നിങ്ങൾക്ക് വലിയൊരു ആശ്വാസം നൽകുന്നുണ്ടോ? ആ മഹാശക്തിക്ക് മുന്നിൽ വിനയത്തോടെ നിൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ആ നന്ദി പ്രകാശിപ്പിക്കാൻ കമന്റ് ബോക്സിൽ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ് എന്ന് ടൈപ്പ് ചെയ്യൂ.
നിങ്ങളുടെ ആ നന്ദിയുള്ള മനസ്സ് ജീവിതത്തിൽ ഇനിയുമേറെ അത്ഭുതങ്ങൾ കൊണ്ടുവരട്ടെ. സുഹൃത്തുക്കളെ, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ ഈ 8 ലക്ഷണങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ഭൂമിയിലെ ഏറ്റവും ഭാഗ്യവാനായ വ്യക്തിയാണ്. പ്രതിസന്ധികൾ വരുമ്പോൾ തളരാതിരിക്കുക, കാരണം ആ മഹാശക്തി നിങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ വിശ്വാസമുള്ളവന് പ്രപഞ്ചം മുഴുവൻ വഴികാട്ടിയാകും. ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ കർമ്മപഥത്തിൽ മുന്നേറുക. ഈ വീഡിയോ നിങ്ങളുടെ മനസ്സിൽ ഒരു പോസിറ്റീവ് മാറ്റം കൊണ്ടുവന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഇതിൽ ഏത് ലക്ഷണമാണ് കൂടുതൽ അനുഭവപ്പെട്ടിട്ടുള്ളത് എന്ന് കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കരുത്. ഇതുപോലുള്ള ജീവിതഗന്ധിയായ ചാണക്യതന്ത്രങ്ങളും പൗരാണിക അറിവുകളും പ്രചോദനാത്മകമായ ചിന്തകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ പുതിയ വീഡിയോയും ഉടനടി നോട്ടിഫിക്കേഷനായി ലഭിക്കാനും ഈ അറിവിന്റെ കുടുംബത്തിൽ അംഗമാകാനും ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജമാണ്. പ്രപഞ്ചത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും വിജയവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ. മറ്റൊരു പവർഫുൾ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.